മഹാഭൂരിപക്ഷം കമ്പനിയിലും കരിയർ ഗ്രോത്ത് ഇല്ല. പിന്നെ എങ്ങനെ ഒരാൾ നിൽക്കുക? അയാളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ്. റിച്ച് ആയിട്ടുള്ള ആളുകളും വെൽത്തി ആയിട്ടുള്ള ആളുകളും പുവർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള മിഡിൽ ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് വിൻ 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 ഫിലോസഫി നിങ്ങളുടെ സ്റ്റാഫിന് മനസ്സിലാവാത്തടത്തോളം കാലം അവർ നിങ്ങളുടെ കൂടെ ലോങ് ടൈമിൽ നിൽക്കില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ലെങ്കിൽ ഒരു ടീമിനെ എനിക്ക് ലോങ് ടൈമിൽ കൊണ്ടുപോകാൻ കഴിയൂല. Greenlives Coaching and Training Solution. ഇപ്പോൾ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലുള്ള കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ ഡ്രൈവിൻ്റെ ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂജ് എമൗണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരു സ്റ്റാഫിനാവാം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്. അയാളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇത് വന്ന് തരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് കരിയർ ഗ്രോത്ത് കാണിച്ചു വെക്കാൻ പറ്റണം. മഹാഭൂരിപക്ഷം കമ്പനിയിലും കരിയർ ഗ്രോത്ത് ഇല്ല. പിന്നെ എങ്ങനെ ഒരാൾ നിൽക്കുക? പിന്നെ എന്തിനവിടെ നിൽക്കണോ? അവരെന്നും നിന്നോടത്തേക്കാണ്. എന്തുകൊണ്ടാണ് കരിയർ ഗ്രോത്ത് നമുക്ക് പറയാൻ പറ്റാത്തത്? നമുക്ക് ബിസിനസ് പ്ലാൻ ഇല്ല. നേരത്തെ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു 3 ഇയർ ബിസിനസ് പ്ലാൻ ഉണ്ടാവും അല്ലേ? മിനിമം ഒരു 5 ഇയർ എങ്കിലും വേണം. മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ 100 ഇയേഴ്സ് പ്ലാൻ ഉണ്ടാവും. അത്ര ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയർ പ്ലാൻ എങ്കിലും നിങ്ങൾക്ക് വേണം. ഇവിടെ 1 ഇയർ പ്ലാൻ തന്നെ ഉണ്ടാവില്ല. മന്ത്ലി ടു മന്ത്ലി കളി കളിക്കുക. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പഠിച്ചപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകളും വെൽത്തി ആയിട്ടുള്ള ആളുകളും പുവർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള മിഡിൽ ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? അടിസ്ഥാനപരമായിട്ട് ഇവർ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡാണ് മാറ്റം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പുവർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഡെയിലി അവർ ഇന്നത്തെ കാര്യം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ പുവർ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് കിട്ടുമെന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുകയുള്ളൂ. എനിക്ക് ഇന്ന് എന്താ കിട്ടുമെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ യു ബിലോങ് ടു പുവർ ക്ലാസ്. നിങ്ങൾ മന്ത്ലി ടു മന്ത്ലി ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ബിസിനസ് പീപ്പിൾ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരൊക്കെ മന്ത് ടു മന്ത് കളിയെ കളിക്കുള്ളൂ. ഈ മന്ത്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈ മാസത്തെ ബിസിനസ് മാത്രമേ തലയിൽ കയറുള്ളൂ. ഈ മാസം ബില്ലടക്കാൻ പറ്റുമോ? ഈ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, ഈ മാസം ശമ്പളം കൊടുക്കണം. മന്ത്ലി ടു മന്ത്ലി പ്ലാനിങ് ഉണ്ടാവുള്ളൂ. മന്ത്ലി ടു മന്ത്ലി പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് മിഡിൽ ക്ലാസ്. അതായത് വിൻ 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 ഫിലോസഫി നിങ്ങളുടെ സ്റ്റാഫിന് മനസ്സിലാവാത്തടത്തോളം കാലം അവർ നിങ്ങളുടെ കൂടെ ലോങ് ടൈമിൽ നിൽക്കില്ല. ഇപ്പോൾ എനിക്ക് എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ബേസിക്കലി ഹൂ ഈസ് എ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിന് 3 ഡെഫിനേഷനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ലീഡ് അതേഴ്സ് ഫസ്റ്റ് യു മസ്റ്റ് ലീഡ് യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്വന്തത്തിനെ നയിക്കാൻ പറയണം. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ലെങ്കിൽ ഒരു ടീമിനെ എനിക്ക് ലോങ് ടൈമിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സ്റ്റാഫ് അത് ഏത് ചെറിയ കമ്പനിയാണെങ്കിലും വലിയ കമ്പനിയാണെങ്കിലും അവർക്ക് ഈ കമ്പനിയിൽ വർക്ക് ചെയ്താൽ അവർക്ക് ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. അത് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഇന്നത്തെ തലമുറ നോക്കുന്നത്. രണ്ടാമത് അവർ നോക്കുന്നത് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണ്. മൂന്നാമത് അവർ നോക്കുന്നത് അവർക്ക് വേണ്ടത് കരിയർ ഗ്രോത്ത് ആണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാലാണ് ആ ടീം അവിടെ സ്റ്റിക്ക് ചെയ്യുള്ളൂ. ഞാൻ ഫസ്റ്റ് പല കമ്പനികളിലും നമ്മൾ ഫസ്റ്റത്തെ ട്രെയിനിങ് പേഴ്സണൽ ആസ്പിറേഷൻ ക്രിയേഷനുള്ള ട്രെയിനിങ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ പ്രസന്റിൽ ഞാൻ 5 കമ്പനി 1 ഇയർ ചെയ്യുന്നുണ്ട്. ഈ 5 കമ്പനിൻ്റെയും ടേൺ ഓവർ ഡബിൾ ആയിട്ടുണ്ട്. ഡബിൾ ആവാൻ കാരണം എന്ന് വെച്ചാൽ മുതലാളി വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് തോന്നണം എനിക്കെന്താണ് മെച്ചം എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാഫ് ഒരു ട്രാവൽ ഏജൻസിയിൽ ട്രെയിനിങ് കൊടുത്തപ്പോൾ ആ സ്റ്റാഫ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് 13 കൊല്ലമായിട്ട് അയാൾ ടേൺ ഓവർ അച്ചീവ് ചെയ്യില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ല. പക്ഷെ അയാളുടെ ഡ്രീമിനെ കുറിച്ച് നമ്മൾ ഒരു പേഴ്സണൽ ആസ്പിറേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ മാസം അയാൾ 200% അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഇയാൾ അച്ചീവ് ചെയ്തില്ല? ഇയാൾക്ക് തോന്നിയിട്ടില്ല. ഇയാളൊരു ലൂസറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് എന്ത് ചെയ്തത്? അയാളുടെ ഡ്രീമും കമ്പനിയുടെ ഡ്രീമും പ്ലഗ് ചെയ്യപ്പെട്ടത്. എംപ്ലോയീസിൻ്റെ ഡ്രീമിനെ കമ്പനിയുടെ ഡ്രീമായിട്ട് പ്ലഗ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരും അവനവന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ മലയാളിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം ഈ വരുന്ന സ്റ്റാഫിന് തോന്നണം എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത്. രണ്ടാമത് അവന് തോന്നണം എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത്. മൂന്നാമത് അവന് തോന്നണം എനിക്ക് ക്വാളിറ്റി. ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ന്യൂ ജൻ ഉണ്ട്, ഇവർ നോക്കുന്നതൊന്നും സെക്യൂരിറ്റി അല്ല, സേഫ്റ്റി അല്ല. പഴയ തലമുറ നോക്കിയിരുന്നത് സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ എൻ്റെ വല്യപ്പാൻ്റെ കാലത്ത് ഒരാൾ അല്ലെങ്കിൽ ഫാദറിൻ്റെ കാലത്ത് ഒരാൾ ഒരു കമ്പനി ജോയിൻ ചെയ്താൽ 30 കൊല്ലം 40 കൊല്ലമൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇന്ന് ഏതെങ്കിലും ന്യൂ ജനറേഷൻക്ക് തോന്നുന്നുണ്ടോ 40 കൊല്ലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ളത്?
30 കൊല്ലം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ MA യൂസുഫലിൻ്റെ കൂടെയൊക്കെ 35 വർഷമായിട്ട് 40 വർഷമായിട്ടൊക്കെ ഉള്ള എംപ്ലോയീസ് കേട്ടിട്ടുണ്ടാവും. കല്യാൺ സിൽക്സിൽ കല്യാൺരാമൻ്റെ കൂടെ 40 വർഷമായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ന്യൂജൻ ഒരു കമ്പനിയിൽ 40 കൊല്ലം വർക്ക് ചെയ്യുമോ? അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം അവരുടെ മുമ്പിൽ ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അവർക്ക് വേൾഡ് ഈസ് വെരി വളരെ ചെറിയൊരു വില്ലേജ് പോലെയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഒറ്റ ക്ലിക്കിന് 100 മെയിൽ അയക്കാം, ഒറ്റ ക്ലിക്കിന് 1000 മെയിൽ അയക്കാം, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്ന എന്താണ്, ദേ ആർ ലുക്കിംഗ് ഫോർ ക്വാളിറ്റി ഓഫ് ലൈഫ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇവിടെ പെരിന്തൽമണ്ണയുള്ള കമ്പനി നല്ല ശമ്പളം കൊടുക്കുന്ന കമ്പനിയാണ്. അവർക്ക് എംപ്ലോയീസിനെ കിട്ടുന്നില്ല. എന്താ കാരണം? മറ്റുള്ള കമ്പനിയെക്കാട്ടിലും കൂടുതൽ നല്ല പാക്കേജ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി മറ്റുള്ള കമ്പനിയെക്കാട്ടിലും മാർക്കറ്റിൽ നല്ല പാക്കേജ് കൊടുത്തിട്ടും ആളെ കിട്ടുന്നില്ല. കാരണം അവരുടെ കോർപ്പറേറ്റ് ഓഫീസുള്ളത് തിരൂർക്കാടാണ്. അപ്പോൾ എന്തില്ല, അവിടെ ന്യൂജൻ വരില്ല. കാരണം അവിടെ എന്തില്ല, ബീച്ചസ് ഇല്ല, അവിടെ എന്തില്ല, തിയേറ്റേഴ്സ് ഇല്ല, അവിടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള മാളുകളില്ല, അവിടെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എറണാകുളത്തൊന്നും കാലിക്കറ്റൊന്നും ആൾ എടുക്കു വരില്ല. അപ്പോൾ അവർ നോക്കുന്നത് എന്താണ്, പണമാണോ? അല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതേ കമ്പനി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻഫോസിൽ റൂം എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അവിടെ ആളുകൾ സെൻട്രലൈസ്ഡ് മാർക്കറ്റിംഗ് സിസ്റ്റം അങ്ങോട്ട് മാറ്റി. അവിടെ ആളുകൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കമ്പനീൻ്റെ ബ്രാൻഡ് മാറിയിട്ടില്ല. ബട്ട് ദേ ആർ നോട്ട് റെഡി ടു കം ടു മലപ്പുറം ഓർ മഞ്ചേരി ഓർ പാണ്ടിക്കാട്, തിരൂർക്കാട്. ദേ ആർ റെഡി ടു വർക്ക് ഹൈലൈറ്റ്, സൈബർ പാർക്ക്. പിന്നെ അത് നോക്കും, അവർ നോക്കും എൻ്റെ എക്സ്പീരിയൻസ് കൊടുത്താണെന്നുള്ളത്. സൈബർ പാർക്ക് എന്ന ആൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ഹൈലൈറ്റിലാണെങ്കിൽ അവർക്കൊരു വാല്യൂ ഉണ്ട്, അല്ലേ? 5 സ്റ്റാർ ഹോട്ടലിൽ ചിലപ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് ആളുകൾ വർക്ക് ചെയ്യും, തട്ടുകടയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവില്ല. ബിക്കോസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തിനു കമ്പനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റണം. Greenlives Coaching and Training Solution.